ഒരു ഗുരുവിനെ കാണാൻ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ വീണ്ടും ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെ അടുത്ത് വന്നു. കുശലാന്വേഷണങ്ങൾക്ക് ശേഷം ഗുരു അവരെ എല്ലാം ചായ കുടിക്കാനായി ക്ഷണിച്ചു. ചായപാത്രത്തിനരികെ പലതരത്തിലുള്ള പല നിലവാരത്തിലുള്ള കപ്പുകൾ വെച്ചിരുന്നു. ക്രിസ്റ്റലിന്റെ കപ്പുണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, അങ്ങനെ ഭംഗിയുള്ളതും ഭംഗി കുറഞ്ഞതുമായ പലതരത്തിലുള്ള കപ്പുകളുണ്ട്. ഗുരു പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കപ്പെടുത്ത് ചായ പകർന്നോളൂ. ശിഷ്യന്മാരെല്ലാവരും ഏറ്റവും മികച്ച ക്രിസ്റ്റൽ ഗ്ലാസ് മാത്രമാണ് എടുത്ത് ചായ കുടിച്ചു. അപ്പോൾ ഗുരു തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഏറ്റവും മനോഹരമായ ക്രിസ്റ്റൽ ഗ്ലാസ് മാത്രം എടുത്തത്? അവർ പറഞ്ഞു, അത് ഭംഗിയുണ്ട്, അതിന് ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ടാണ്. ഗുരു പറഞ്ഞു, ചായയുടെ കടുപ്പവും ചായയുടെ രുചിയും ഒന്ന് തന്നെയാണല്ലേ? എല്ലാ കപ്പിലും, ഏത് കപ്പിൽ നമ്മൾ കഴിച്ചാലും ആ ചായയുടെ രുചി ഒന്ന് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതവും ഇങ്ങനെ തന്നെയാണ്. നാം എല്ലാം ഈ ജീവിതം ആസ്വദിക്കാൻ ക്ഷണിക്കപ്പെട്ടവരാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന കപ്പ് ചിലപ്പോൾ ക്രിസ്റ്റൽ ആവാം, ചിലപ്പോൾ പ്ലാസ്റ്റിക് ആവാം, ചിലപ്പോൾ പേപ്പർ കപ്പാവാം. കപ്പ് ഏതാണെന്നുള്ളത് പ്രധാനമല്ല, അതിൻ്റെ ചായ ആസ്വദിക്കുക എന്നുള്ളതാണ് പ്രധാനം. നമ്മുടെ ജീവിതത്തെ ഒരുപാട് പരിമിതികളും പരാതികളും സങ്കടങ്ങളും ഇല്ലായ്മകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ നമുക്ക് കിട്ടിയ കപ്പിലെ ജീവിതമാകുന്ന ചായയെ ആസ്വദിച്ച് കുടിക്കാൻ കഴിയുക എന്നുള്ളതാണ് ജീവിത വിജയം. നിങ്ങളുടെ കൗമാരക്കാരായ മക്കളെ സഹായിക്കാൻ, അവർക്ക് എങ്ങനെ പഠിക്കണം, പരീക്ഷ എഴുതണം, കൗമാരകാലം പോസിറ്റീവായി കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. ചെപ്പ് എന്നാണ് പേര്. കോപ്പികൾ ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക്